എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മുളക് ബജിയുടെയും ചമ്മന്തിയുടെയും നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് പുറത്ത് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജിയാണ്. അതുപോലെ ചമ്മന്തിയും അതേ ഒരു ടേസ്റ്റ് വന്നിട്ടുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടിയ മുളകാണ് എടുത്തത്. ഇതൊരു 400 ഗ്രാം മുളകുണ്ട്. അപ്പം നിങ്ങൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മുളക് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ മുളക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇതിപ്പോൾ ഇച്ചിരി നീളമുള്ള മുളകാണ്, അതുകൊണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പം ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്യാതെയാണ് ഫ്രൈ ചെയ്തത്. പിന്നീട് ഞാൻ വലിയ മുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുളക് ഇങ്ങനെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യരുത്, പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ അരി ചിലപ്പോൾ എരിവ് കാണും, അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് നമുക്കിപ്പം എത്രയാണോ മുളക് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് കടലമാവ് ഇപ്പം എടുക്കുന്നത്. 1/2 കപ്പിൻ്റെ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ടൊരു 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ്, നമ്മൾ പാക്കറ്റിലൊക്കെ കിട്ടുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തു. ഇതിലേക്ക് ഇനി ഒരു നുള്ള് സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാനിവിടെ ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ചെറിയൊരു കട്ടിയിലുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു, പിന്നീട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തു. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളവും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ നമുക്ക് മുളക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ആദ്യം ഞാൻ കട്ട് ചെയ്യാതെ മുഴുവനായിട്ടാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾ വലിയ മുളകാണെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ബാറ്ററൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സവാള കഷ്ണങ്ങളാക്കി ഒരു മിക്സിഡ് ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കളറുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗറാണ്, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിലുള്ളൊരു ചമ്മന്തിയാണ്. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്